എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. മാങ്ങ കൊണ്ടുള്ള ഒരു പായസം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൗവരിയാണ്. ഒരു 1/4 കപ്പ് ചൗവരി 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ ഇത് മാങ്ങ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് പഞ്ചസാര, ഇത് ജീരകശാല റൈസ്, ഒരു 1/4 കപ്പ് പാല്, മിൽക്ക് മെയ്ഡ്, ഇത് ഏലക്കാപ്പൊടി. ഇത്രയുമാണ് നമുക്ക് ഈ മാങ്ങ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ചൗവരിയും ജീരകശാല റൈസും കൂടെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല റൈസും ചൗവരിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 വിസിൽ അടിച്ച് നല്ലോണം ഇത് വേവിച്ചെടുക്കുക. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. സമയം ഇനി നല്ലവണ്ണം പാലൊന്ന് തിളച്ച് വരണം. പാല് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം തിളച്ച് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ഒരു മാങ്ങയുടെ ഒരു പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇത് നേരിട്ട് പാലിലേക്ക് ഒഴിക്കുന്നതല്ലേ, അപ്പം പാല് പിരിഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് മാത്രം. മാങ്ങ നല്ല മധുരമുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മുടെ ഇപ്പം നാരൊക്കെയുള്ള മാങ്ങ ഉണ്ടാവില്ലേ, അതൊക്കെ ആണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ നമ്മൾ പായസമൊക്കെ കുടിക്കുമ്പോൾ നാര് പോലത്തതൊക്കെ കിട്ടുമ്പോൾ ഒരു അസ്വസ്ഥതയല്ലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ വേറെ നാരോ അങ്ങനെയൊന്നും ഇല്ലാതെ മാങ്ങ തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്കിനി ഈ പാലിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം തിളച്ച് വരണം. മാങ്ങ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിനി ഒന്ന് തണുക്കട്ടെ. പാലിവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ നമുക്കിതിലേക്ക് വറുത്തിടണം. നെയ്യിൽ വറുത്തിടണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം. അതിന് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പായസത്തിൻ്റെ കളറ് ചേഞ്ച് ആയി തുടങ്ങി. നല്ല യെല്ലോ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ മാംഗോ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.